ലൈവ് ആയിട്ടുണ്ട് മാതാജി. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ മൂകം കരോതി വാചാലം ഭംഗം ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദ മാധവം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സപദാധികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിധായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണെ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീരാധാ ഗോവിന്ദ മന്ദിർ ഇസ്കോൺ ബാംഗ്ലൂരുവിന്റെ മലയാളം ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ 7ാമത്തെ അധ്യായമാണ്, 2ാമത്തെ മോഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നും നമ്മൾ 15ാമത്തെ ശ്ലോകത്തിൽ 4 തരം ദുഷ്കൃതികളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ആരൊക്കെയാണ്? ഹരേ കൃഷ്ണ. 4 തരം ദുഷ്കൃതികൾ ആരൊക്കെയാണ്? ആരെങ്കിലും അൺമ്യൂട്ട് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും ഒന്നും മനസ്സിലായില്ലെന്നാണ് കരുതേണ്ടത്. 4 ദുഷ്കൃതികളെ പേര് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്നലെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. മനുഷ്യാധവന്മാർ, പറഞ്ഞോളൂ. മായയിൽ അപകരിക്കപ്പെട്ടവർ, അസുര സ്വഭാവികൾ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ. ഇനി അത് ലാസ്റ്റ് ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. 4 പേരുണ്ട്, 4 കൂട്ടർ. മൂഢന്മാർ, മനുഷ്യാധവന്മാർ, മായയിൽ അപകരിക്കപ്പെട്ടവർ, അസുര സ്വഭാവികൾ. അതെ, ആസുര സ്വഭാവികൾ. മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ. അവർക്ക് ജ്ഞാനമുണ്ട്, പക്ഷെ അവർ പഠിച്ച സ്ക്രിപ്റ്റേഴ്സ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു, പക്ഷെ അതിൽ നിന്ന് മനസ്സിലാകേണ്ട കാര്യം മനസ്സിലായില്ല. അവർ
എന്താണ് മനസ്സിലായാലും എന്ത് ചെയ്യുന്നു? മായയാൽ അവർ അപഹരിക്കപ്പെട്ട് അവർ വഴിതെറ്റി പോകുന്നു എന്നാണ്. അതായത് ദൈവത്തെ ഒരു സാധാരണ മനുഷ്യനായിട്ട് അവർ കാണുന്നുള്ളൂ. ഒരു ഉദാഹരണമാണ് ധൃതരാഷ്ട്രർ, കൗരവർ, കർണൻ, ഇവരെല്ലാം. അവരൊക്കെ ഇതാണ് മായയാൽ അവർക്കെല്ലാം വിവരമുണ്ട്, ജ്ഞാനമുണ്ട്, സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള ജ്ഞാനമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവർക്ക് ഭഗവാനെ തിരിച്ചറിയാൻ, മുന്നിൽ കണ്ടിട്ട് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ 4 കൂട്ടരാണ് മൂഢന്മാർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ 16-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് 4 തരത്തിലുള്ള സുഹൃതികളെ കുറിച്ചാണ് 16-ാമത്തെ ശ്ലോകം. ശങ്കരനുണ്ണി പ്രഭു വായിക്കുന്ന ശ്ലോകം. ഹരേ കൃഷ്ണ. ശങ്കരനുണ്ണി പ്രഭു ഹരേ കൃഷ്ണ വായിക്കുന്നുണ്ടോ? കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ചതുർവിധ ഭജന്തേ മാം ജനാഃ സുഹൃതിനോർജുന, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ 4 സുഹൃതികളെ കുറിച്ച്, അതായത് ഭഗവാനെ ആരാധിക്കുന്ന പരിശുദ്ധരായ 4 കൂട്ടരാണ് ഇവിടെ പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നു? ക്രമേണ ഒടുവിൽ ഭഗവാന് ശരണം പ്രാപിക്കുന്നു. അപ്പൊ പ്രാപിച്ച് എന്ത് ചെയ്യുന്നു? എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നവരാണ് ഈ 4 സുഹൃതികളും. അതില് ആർദ്ധർ ആണ്, അതായത് ദുഃഖിതരാണ് 1-ാം കൂട്ടര്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴും അസുഖങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെ വിളിക്കുന്നു, അല്ലെ? ഭഗവാനെ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ എനിക്ക് ഇത് സാധിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷമം അനുഭവിക്കുന്നവര് ഭഗവാനെ വിളിച്ച് എന്ത് ചെയ്യുന്നു? കരയുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരാണ് ആദ്യത്തെ കൂട്ടർ. അതെല്ലാം നമ്മുടെ ദുഃഖാലയമാകുമ്പോൾ ഇഷ്ടം പോലെ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം ഭഗവാനെ വിളിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളും വരും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഗജേന്ദ്രൻ, അല്ലെ? ഇപ്പൊ 1000 വർഷത്തോളം മുതലയുടെ വായില് കാലും പിടിച്ച് അദ്ദേഹം ആ ചെളിക്കുണ്ടില്, ചെളി നിറഞ്ഞ കുളത്തില് നിൽക്കുകയായിരുന്നു. എല്ലാവരും സഹായിക്കാൻ നോക്കി. ഗജന്മാരുടെ ഇന്ദ്രനാണ്. അപ്പൊ അദ്ദേഹത്തിന് സഹായിക്കാൻ എല്ലാവരും നോക്കി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, സഹായിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അദ്ദേഹം ശാപം കൊണ്ടാണ് ആരായിട്ട് മാറിയത്? ഗജേന്ദ്രനായിട്ട് മാറിയത് തന്നെ. അപ്പൊ ഒരു ഉദാഹരണം, കഥയൊക്കെ നമുക്കറിയാം. ഇന്നിപ്പോ സമയമില്ലാത്തോണ്ട് പറയുന്നില്ല. സമയം കിട്ടുന്ന ദിവസം നമുക്ക് പറയാം, മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അടുത്ത് പാഞ്ചാലി. വസ്ത്രാക്ഷേപ സമയത്ത് ആര് സഹായിക്കാനുണ്ടായില്ല, അല്ലെ? ആചാര്യന്മാരെല്ലാവരും നോക്കി ഇരിക്കുകയായിരുന്നു. പിതാമഹനും രാജാവിന്റെ സ്ഥാനത്ത് നിന്ന ധൃതരാഷ്ട്രരും എല്ലാവരും, ദ്രോണറും എല്ലാവരും, കർണനൊക്കെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ആരും രക്ഷയ്ക്കെത്തിയില്ല. അവസാനം ചെയ്ത പാഞ്ചാലി ഗോവിന്ദ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചപ്പോഴാണ് ഗോവിന്ദൻ എങ്ങനെ സഹായിച്ചത്? ഒരിക്കലും ഒഴിയാ വസ്ത്രമായിട്ട് പാഞ്ചാലിയെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അഴിച്ചു മാറ്റും തോറും വസ്ത്രങ്ങൾ ഇങ്ങനെ ആ വസ്ത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒടുക്കമില്ലാത്ത ഒരു തരത്തിലുള്ള വസ്ത്രം, അങ്ങനെ സഹായിച്ചതാണ്. അപ്പൊ അത് ദുഃഖിതനായിരുന്നു, അല്ലെ? ആർദ്ധനായിരുന്നു. അതേപോലെ തന്നെ വാത്തിക, വ്യാസഭഗവാന്റെ പത്നിയായിട്ടുള്ള വാത്തിക 16 വയസ്സായിട്ട് എന്ത് ചെയ്യുന്നില്ല? ശുഗൻ പുറത്തു വരാനായിട്ട് സമ്മതിക്കുന്നില്ല, അല്ലെ? അപ്പൊ ശുഗദേവന് പുറത്തു വരണ്ട എന്നാണ്. കാരണം എന്താണ്? ഭൗതികതയിൽ ഞാനും വഴിതെറ്റിപ്പോകും, നശിച്ചു പോകും എന്നുള്ളത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പുറത്തു വരേ വേണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധത്തോടെ. അപ്പൊ അവസാനം ഭഗവാൻ വന്നാണ് നീ നശിക്കത്തില്ല, നീ ഭൗതികതയിൽ മുഴുകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പുറത്തു വരാനായിട്ട് സമ്മതിച്ചത്. അപ്പൊ അത് വേറൊരു ഉദാഹരണമായിട്ട് പിഞ്ചള എന്നൊരു പേരാണ് വാത്തികയുടെ വേറൊരു പേര്. ജബലി മഹർഷിയുടെ പുത്രിയായിരുന്നു വാത്തിക. അപ്പൊ അത് ദുഃഖിതരില് ഉദാഹരണങ്ങൾ പറയുന്നതാണ്. പിന്നെ ധനകാംക്ഷി, അർത്ഥാർത്ഥി, അർത്ഥത്തിന് വേണ്ടി കാംക്ഷിക്കുന്നയാള്, ആർത്തി. അപ്പൊ അർത്ഥം ധാരാളം ധനം വേണം എന്ന് ആഗ്രഹിക്കുന്നയാള് ധനകാംക്ഷി, അല്ലെ? ധനകാംക്ഷിയാണ് 2-ാമത്തെ കൂട്ടർ. അവരെല്ലാം ഭക്തരാണ്. അതിന് ഏറ്റവും ധനമോഹികളാണ് അവർ. ഇത്രയും ധാരാളം ധനം വേണം
അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ധ്രുവ രാജകുമാരൻ, അല്ലെ? അപ്പൊ പിതാവിന്റെ സ്ഥാനം ഏതാണ് മടിയിലിരിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാരണത്താലാണ് അമ്മയുടെ മാതാവിന്റെ അനുവാദത്തോടുകൂടി ഭഗവാനെ ഭജിക്കാനായിട്ട് കാട്ടിലേക്ക് പോകുന്നത്. അപ്പം ആവശ്യം എന്തായിരുന്നു? ഉത്താനപാലകനെക്കാളും അല്ലെങ്കിൽ പ്രപിതാമഹനായ ബ്രഹ്മാവിനെക്കാളും വലിയ സ്ഥാനം എനിക്ക് നേടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് തന്നെ. അപ്പൊ അവിടെ എന്താണ്? ധനം മോഹിച്ചാണ് പോയത്. പക്ഷെ അവസാനം ഭഗവാനെ കണ്ടപ്പോൾ ധനമൊന്നും വേണ്ട എന്നുള്ളതായിരുന്നു. എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയത് തന്നെ വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ എല്ലാം ഭഗവാൻ അറിഞ്ഞു നൽകുകയായിരുന്നു. ധ്രുവ നക്ഷത്രം വരെ, ധ്രുവലോകം വരെ നൽകുകയുണ്ടായി. അപ്പൊ അതാണ് ഒരു അർത്ഥാർത്ഥി ധനകാംക്ഷയുടെ ഒരു ഉദാഹരണം. പിന്നെ രാമസുഗ്രീവ സന്ധി, അതില് സുഗ്രീവൻ ഒരു ധനകാംക്ഷയായിരുന്നു. കാരണം രാജ്യം ബാലി പിടിച്ചെടുത്തു, ജ്യേഷ്ഠൻ പിടിച്ചെടുത്തു. അപ്പൊ ജ്യേഷ്ഠനിൽ നിന്ന് ആ രാജ്യം തിരിച്ചു പിടിക്കണം, അതുപോലെ സ്വപത്നിയെയും തിരിച്ചു പിടിക്കണം. അപ്പൊ അതിനുള്ള ഒരു ധനം, അപ്പം രാജ്യം പിടിച്ചെടുക്കുകയാണ് പ്രധാനം, അല്ലെ? അപ്പോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശ്രീരാമചന്ദ്രനുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നു ഹനുമാന്റെ നേതൃത്വത്തില് സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതും അർത്ഥാർത്ഥിക്ക് വേറൊരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് കാണണം. അടുത്ത് വരുന്നത് ജ്ഞേയൻ അല്ലെങ്കിൽ ജിജ്ഞാസു. ജിജ്ഞാസു ആണ് അടുത്തത്. അതായത് ഏതാണ്? അന്വേഷണാത്മക ബുദ്ധിയുള്ളവർ. അപ്പൊ എല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കുക, ഇൻക്വിസിറ്റീവ് നോളജ് ഉള്ളവർ എന്നാണ് പറയുന്നത്. അപ്പൊ അറിയപ്പെടാത്ത കാര്യങ്ങളെല്ലാം അറിയാനായിട്ടുള്ള ഒരു താല്പര്യം, അന്വേഷണം, ഗവേഷണം പോലെ ആ രീതിക്ക് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിക്ക് മനസ്സിലാക്കണം ഗവേഷണ രൂപത്തില്. അങ്ങനെയുള്ള ആളാണ് ജിജ്ഞാസു. അന്വേഷണാത്മക ബുദ്ധിയുള്ളവർ എന്നാണ് അതിന് തർജ്ജിമ പറയുന്നത്. പിന്നെ ശരിക്കുള്ള ജ്ഞാനി, പരമസത്യമായ ഭഗവാനെ കുറിച്ച് അറിയുന്നവരാണ് ജ്ഞാനി. അപ്പൊ യഥാർത്ഥത്തിലുള്ള അറിവ് കിട്ടുന്നവരാണ് ജ്ഞാനി. അതിനൊരുപാട് പേരുദാഹരണം ഇതേപോലെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് ഭാഗവതം ആർക്ക് പറഞ്ഞു കൊടുക്കുന്ന? പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ശുകദേവ ഗോസ്വാമി, ശ്രീ വ്യാസദേവന്റെ മകൻ തന്നെയായ ശുകദേവ ഗോസ്വാമി. പിന്നെ പരീക്ഷിത്ത് മഹാരാജാവ്, അതും അവസാനം ആരായിട്ട് മാറി? യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനിയായിട്ടാണ്. തക്ഷകൻ കടിച്ചപ്പോ പോലും അത് അറിഞ്ഞില്ല. അത്രയ്ക്ക് ജ്ഞാനം നേടിയ ആളായിട്ട് മാറി. ഭഗവാനിൽ തന്നെ ലയിച്ച ആളായിട്ട്, ലയിക്കാന്ന് വെച്ചാൽ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന ആളായിട്ട് മാറി. അതുകൊണ്ടാണ് മരണം വന്നപ്പോ പോലും അറിയാതെ പോയത്. പിന്നെ സനകാദികൾ ഭഗവാനെ വിഷ്ണു ലോകത്ത് പോയപ്പോ ഭഗവാനെ കണ്ടിട്ട് ഇതാണ് ഭഗവാൻ എന്ന് കണ്ടാണ് അവർ ഭഗവാന്റെ ആരാധകരായിട്ട് മാറിയത്. അതുവരെയും അവർ ബ്രഹ്മജ്ഞാനികളായിരുന്നു, ബ്രഹ്മത്തിൽ ലയിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. അപ്പോ അവിടെ ആണ് എന്താണ് ശരിയായിട്ടുള്ള ജ്ഞാനികളാണ് 5 വയസ്സ് മാത്രം പ്രായമുള്ള ജ്ഞാനികൾ. അവർക്ക് വലുതാകണ്ട എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ബ്രഹ്മദേവൻ വിവാഹം കഴിക്കാൻ ഒക്കെ ആവശ്യപ്പെട്ടതാണ്. പുത്രന്മാരെ ജനിപ്പിക്കുക എന്ന് വെച്ചാൽ ജനസംഖ്യ വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സനകാദികളെ സൃഷ്ടിച്ചത് തന്നെ, ജനിപ്പിച്ചത് തന്നെ. പക്ഷെ അവർ അതിന് താല്പര്യം കാണിച്ചില്ല. അപ്പൊ അവസാനം അവരാരാണ്? യഥാർത്ഥ ജ്ഞാനികളായിട്ട് മാറി. അങ്ങനെ 4 സുഹൃത്തുക്കളാണ്, പരിശുദ്ധ ഭക്തരാണ്. അവർ എന്ത് ചെയ്തു? ഭഗവാന്റെ ആരാധിക്കുന്നവരാണ്, ഭഗവാന്റെ ഭക്തരാണ്. ആരൊക്കെയാണ്? ആർത്തർ, ധനകാംക്ഷി, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ഇങ്ങനെ 4 കൂട്ടരാണ് ഭഗവാന്റെ ഭക്തരായിട്ട്, ശുദ്ധ ഭക്തരായിട്ട് വരുന്ന 4 പേര്. ഇവര് 4 പേരും ഭക്തർ തന്നെ ആണ്. പക്ഷെ വേണ്ടത്ര തലത്തിൽ അങ്ങ് പുരോഗമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇവർക്കൊരു ആഗ്രഹമുണ്ട്. ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് അവർ ഭക്തി ചെയ്യുന്നത്. ഫലം ഇച്ഛിക്കുമ്പോൾ എന്താണ്? ഏറ്റവും ഉന്നത തലത്തിലുള്ള ഭക്തരായിട്ട് അവരെ കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അവർക്ക് എങ്ങനെ യഥാർത്ഥ ഭക്തരായിട്ട് മാറാം? ഏറ്റവും ഉന്നത തലത്തിലുള്ള ഭക്തരായിട്ട് മാറാം. അപ്പൊ അതിന് ഇതാണ് മധ്യലീല ചൈതന്യ ചരിതാമൃതത്തിലും ഭക്തിരസാമൃത സിന്ധുവിലും ഭാഗവതത്തിലും എല്ലാം പറയുന്നുള്ള
ഒരു കാര്യമാണ്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം. അപ്പൊ ഉത്തമ ഭക്തർ, ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തർ ആരാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതിൽ പറയുന്നത് ഇത് മധ്യലീല ചൈതന്യ ചരിതാമൃതം 19.167 ഭക്തിരസാമൃത സിന്ധു ഒന്നാമത്തെ ഇതില് സ്കന്ധത്തില് അല്ലെ ഒന്നാമത്തെ പാർട്ടില് ഒന്നാമത്തെ അധ്യായത്തില് 11ാമത്തെ ശ്ലോകമായിട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഗവതത്തില് 6ാമത്തെ സ്കന്ധത്തില് 15ാമത്തെ അധ്യായത്തില് 4ാമത്തെ ശ്ലോകമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഭക്തൻ ആരാണ്. അതായത് ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ, മായാവാദ ചിന്തകളൊന്നും ഇല്ലാതെ, ഫല അധിഷ്ഠിത കർമ്മങ്ങളൊന്നും ചെയ്യാതെ, കൃഷ്ണനെ മാത്രം ആഗ്രഹിച്ച് കൃഷ്ണന്റെ ഇച്ഛ അനുസരിച്ച് എപ്പോഴും കൃഷ്ണ സേവനത്തിൽ മുഴുകുന്നവരാണ്. ഇതാണ് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിർ ഉത്തമം എന്ന് പറയുന്നത്. അപ്പോ വേറെ ഒരു ആഗ്രഹവും ഇല്ലാതെ ഏത് സമയവും ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, എപ്പോഴും സേവനത്തിൽ ഏർപ്പെടുന്നവരാണ് ഉത്തമരായിട്ടുള്ള ഭക്തർ എന്നാണ് ഈ പറഞ്ഞ കൃതികളെല്ലാം ഊന്നി പറയുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാനും പറ്റും? ശുദ്ധ ഭക്ത സഹവാസം കൊണ്ട് ഉത്തമ ഭക്തരായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പൊ ശുദ്ധ തലത്തിൽ എത്തിയ ഭക്തരാണ്. അപ്പൊ ശുദ്ധ സത്വഗുണത്തിൽ എത്തിയവരായിരിക്കും അവർ. അപ്പൊ അവർക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോ ഭൗതികതയൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരുടെ ഹൃദയം എന്താണ്? ശുദ്ധീകരിക്കപ്പെട്ടതാണ്. കൂട്ടിവെച്ചിരിക്കുന്ന, കളക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കപ്പെട്ട മനസ്സോടുകൂടി ഹൃദയത്തോടു കൂടിയവരായിരിക്കും അവരാണ് ആ ആളാണ് ഏറ്റവും ഉത്തമനായ സുഹൃതി ഭക്തൻ എന്നിവിടെ പറയുന്നു. അതായത് കൃഷ്ണപ്രേമം വളർത്തുന്നവരാണ്, കൃഷ്ണപ്രേമ തലത്തിലെത്തുന്നവരാണ്. ഭഗവാൻ അല്ലാതെ മറ്റാരോടും അവർക്ക് ഒരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനിയായിട്ട് വരുന്നു. ഈ 4 സുഹൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃതി എന്ന് പറയുന്നത്, ശ്രേഷ്ഠനായ സുഹൃതി എന്ന് പറയുന്നത് ജ്ഞാനിയാണ്. അപ്പൊ അവർക്ക് കേവല ഭക്തിയുണ്ട്. കേവല ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനെ മാത്രം ആരാധിക്കുന്നവരാണ്. വേറെ ദേവന്മാരെയോ ദേവിമാരെയോ ഒന്നും ആരാധിക്കാത്തവരാണ്. അവരെ വേറൊരു പേരിലും വിളിക്കും, അനന്യ ഭക്തർ എന്നും വിളിക്കും. അതായത് സമ്പൂർണമായിട്ടും ഭഗവാന് സമർപ്പിതരായവരാണ് ഈ അനന്യ ഭക്തർ എന്ന് പറയുന്നത്. വേറെ ആരോടും അവർക്ക് ഭക്തിയില്ല, അളക്കാൻ പറ്റാത്ത വേറൊരു ചിന്തയുമില്ല. സമ്പൂർണമായിട്ടും ഭഗവാൻ തന്നെ കീഴ്പ്പെട്ടവരാണ്, സമർപ്പിതരായവരാണ്. അപ്പൊ അവർക്കെന്താണ്? ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഭൗതിക മോഹങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഭഗവാനെ അറിയാനുള്ള ആഗ്രഹം മാത്രമേ അവർക്കുണ്ടാവൂ. അവർ എപ്പോഴും ഭഗവാനെ സേവിക്കാനായിട്ട് തൽപരരായിരിക്കും, സേവന നിരതരായിരിക്കും, സുരക്ഷിതരാണ്. കാരണം എന്താണ്? ഒരു മാലിന്യങ്ങളും കൽമഷങ്ങളൊന്നും ഇല്ലാത്ത ഹൃദയത്തോട് കൂടിയവരാണ് അവർ. അപ്പൊ വിശുദ്ധ ഭക്തിയിലെത്തുമ്പോൾ അവരുടെ ഹൃദയ മാലിന്യങ്ങളെല്ലാം എന്ത് ചെയ്യും? തുടച്ചു നീക്കപ്പെടും. അപ്പൊ അങ്ങനെയുള്ള അവരെ ഏകഭക്തൻ എന്ന് പറയുന്നു. അതായത് ഒരേ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ഒരേ ഒരാളിനെ മാത്രം, ഭഗവാനെ ശ്രീകൃഷ്ണനെ മാത്രം ആരാധിക്കുന്നവരാണ് അവർ. ഭഗവാൻ പറയുന്നു, അവർ എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ്, എന്നെ അവർക്കും ഇഷ്ടമാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഈ വിശുദ്ധ ഭക്തിയിലെത്തുന്നവർ ഏകഭക്തൻ എന്ന് പറയുന്നു, കേവല ഭക്തി എന്ന് പറയുന്നു, അനന്യ ഭക്തി എന്ന് പറയുന്നു. ഇതൊക്കെയുള്ള ആളുകൾ എന്തായിരിക്കും? ജ്ഞാനി. സുഹൃതികളിൽ ജ്ഞാനിയായ ആള് അവരെന്താണ്? എപ്പോഴും ഭഗവാനെ ചിന്തിക്കുന്ന കാരണം ഭഗവാന് പ്രിയപ്പെട്ടവനാണ്. അതേപോലെ തന്നെ അവർക്കും ഭഗവാൻ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ഭഗവാന്റെ ഹൃദയത്തിൽ അവർ വസിക്കുന്നു. ഭഗവാൻ തന്നെ പറയുന്നു, അവർ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, ഞാൻ അവരുടെ ഹൃദയത്തിലും വസിക്കുന്നു എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനിയാണ് ഏറ്റവും ഉത്തമനെങ്കിലും ഈ 4 സുഹൃതികളെയും ഭഗവാൻ ഇഷ്ടമാണ്. കാരണം എന്താണ്? ഈ 4 കൂട്ടരും ഭഗവാന്
ആശ്രയിക്കുന്നവരാണ്, ഭഗവാനെ സമീപിക്കുന്നവരാണ്. അപ്പൊ അത് കാരണം ഭഗവാന്റെ അടുത്ത് പോകുന്നവർ, അല്ലെങ്കിൽ ഭഗവാനെ ഇഷ്ടപ്പെടുന്നവർ, ഭഗവാനെ ഹൃദയത്തിലേറ്റുന്നവർ ഭഗവാന് ഇഷ്ടപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ഭഗവാൻ ഈ 4 കൂട്ടരെയും ഇഷ്ടമാണ് എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത 18-ാമത്തെ, ഈ 17 പറഞ്ഞു കഴിഞ്ഞു. 17 വായിച്ചോളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കുന്നുണ്ട്. വായിച്ചോ. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥമഹം സച മമ പ്രിയഃ. അതെ, ജ്ഞാനസഹിതനായ ശുദ്ധ ഭക്തിയുടെ സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. ഇത് പറഞ്ഞ് അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ, അയാൾ എനിക്കും പ്രിയപ്പെട്ടവൻ. ഇതാണ് ഇവിടെ. പിന്നെ അടുത്ത 18-ാമത്തെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉദാരാ സർവേ വേദേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം അസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമം ഗതി. ഹരേ കൃഷ്ണ. ഇവരെല്ലാം ഭക്തന്മാര് തന്നെ. അങ്ങേറ്റം ഹരേ കൃഷ്ണ. അങ്ങേറ്റം ഭക്തിയുള്ളവരാണ് എനിക്ക്. ഭക്തന്മാർ ഉദാരമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. എൻ്റെ കാരുണ്യം അവർക്ക് എപ്പോഴും ലഭ്യമാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ ഞാനും വാഴുന്നു, അവരെൻ്റെ ഹൃദയത്തിലും വാഴുന്നു. എൻ്റെ സേവനത്തിൽ സദാ ഏർപ്പെടുന്നത് കൊണ്ട് അവർ ഈ യുക്താത്മാക്കൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെന്താണ്, മുക്തിക്ക് അർഹരായിട്ടുള്ള ആളുകളാണ്. യുക്താത്മാക്കൾ എന്നാണ് അവരെ പറയുന്നത്. അവർ തീർച്ചയായും സമർപ്പിതരാണ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രമേണ പരമപദത്തെ നേടാനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ്. യുക്താത്മാക്കൾ എന്നാണ് ഇവരെ പറയുന്നത്. ഏത് സമയം എന്താണ്, ഭഗവാനെ തന്നെ ചിന്തിച്ച് അങ്ങേയറ്റം എന്താണ്, മാഗ്നാനിമസ്ലി എന്നാണ് പറയുന്നത്, അങ്ങേയറ്റം ഉദാരമായിട്ട് ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാനെ തന്നെ സേവ ചെയ്യുന്ന ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഏതാണ് ഷഡ്ഗോസ്വാമിമാർ. വൃന്ദാവനത്തെ ഇന്നത്തെ സ്ഥിതിയിൽ എത്തിച്ച ഷഡ്ഗോസ്വാമിമാർ. പേരറിയാലോ അല്ലെ? ആരൊക്കെയാണ്? രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി. അതിൽ ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന ആളാണ് രൂപഗോസ്വാമി. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് സനാതന ഗോസ്വാമി. പിന്നെ രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി. അപ്പൊ ഇവിടെ രൂപഗോസ്വാമിയുടെ, സനാതന ഗോസ്വാമിയുടെ വേറൊരു സഹോദരന്റെ മകനാണ് ജീവ ഗോസ്വാമി. ഇവർ സംഭാവന എന്ന് പറയുന്നത് ധാരാളം കൃതികൾ ഇതിനെക്കുറിച്ച്, ഭഗവാന്റെ സേവനത്തെക്കുറിച്ച്, ഭഗവാന്റെ കീർത്തനങ്ങളായിട്ടും എല്ലാം രചിച്ചിട്ടുള്ളവരാണ്. ഭക്തിരസാമൃത സിന്ധു രചിച്ചത് രൂപഗോസ്വാമിയാണ്. അപ്പോ അതേപോലെ തന്നെ ഈ ഷഡ്ഗോസ്വാമിമാരുടെ എല്ലാവരുടെയും സേവനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ വൃന്ദാവനം ഈ രീതിയിൽ കാണുന്നത്. കാട് പിടിച്ചു കിടന്ന വൃന്ദാവനത്തിനെ ഇന്നത്തെ രീതിയിൽ എത്തിക്കാനായിട്ട് ഈ ഗോസ്വാമിമാർക്കാണ് സാധിച്ചത്. ഏറ്റവും വലിയ സംഭാവനയാണ് അവർ കൃഷ്ണാവബോധത്തിന് നൽകിയിട്ടുള്ളത്. കൃഷ്ണനെ, ഭഗവാനെ സേവിക്കുന്നതിൽ നിരതരായിരുന്നവരാണ്. നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ കുരൂരമ്മ അതേപോലെ ഒരു ഭക്തയായിരുന്നു. ഭഗവാൻ ഏറ്റവും അധികം സ്നേഹിച്ച ചെറിയ കുട്ടിയായിട്ട്, ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ കളിച്ചു നടന്ന വീടാണ് കുരൂരമ്മയുടെ വീട്. അതേപോലെ തന്നെ ശബരി, ത്രേതായുഗത്തിന് ശ്രീരാമന്റെ ഭക്തയായിരുന്ന ഗോത്രവർഗത്തില് പിന്നീട് തപസ്വിയായിട്ട് മാറിയ ശബരി. ഇവരെല്ലാം ഏറ്റവും വലിയ ഭക്തരായിരുന്നു. അങ്ങേയറ്റം ഭഗവാനെ സേവിച്ച ആളുകളായിരുന്നു ഭക്തർ. ശബരി ഭഗവാന് ഫലമൊക്കെ കഴിച്ചു നോക്കിയിട്ടായിരുന്നു കൊടുത്തതെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കണ്ണ് കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് ഏത് ഫലമാണ് ഏറ്റവും രുചികരമായതെന്ന് അറിയാൻ വയ്യാത്തത് കാരണം എല്ലാം രുചിച്ച് നോക്കി കൊടുത്തിരുന്നു. അതും ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ഭക്തരായിരുന്നു ഇവരെല്ലാം. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഈ സുഹൃത്തുക്കൾ ഇത് 19 വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ
വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ അപ്പൊ ഈ സുദുർലഭ. സുഹൃതി ഹരേ കൃഷ്ണ. സുഹൃലഭക ഈ സുഹൃതികൾ എന്ത് ചെയ്യുന്ന ഹരേ കൃഷ്ണ സുഹൃതികൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ അവർക്ക് മോക്ഷം കിട്ടാൻ ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും. പക്ഷെ അവരെന്താണ് പല പല ജന്മങ്ങൾ എടുക്കും. ഓരോ ജന്മവും എന്തായിരിക്കും? വളരെ ഉത്തമമായിട്ടുള്ള കുടുംബത്തില് അവർക്ക് ഭഗവത് സേവനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കുടുംബങ്ങളിലായിട്ട് ആയിരിക്കും അവർ ജനിക്കുക. അങ്ങനെ പല പല ജന്മം കഴിയുമ്പോൾ ഒരു ജന്മത്തിൽ അവർ എന്തായിരിക്കും? പൂർണ്ണമായിട്ടും ഭൗതിക വിരക്തി ഉള്ളവരായിട്ട് മാറുന്നു. അങ്ങനെ അവർക്ക് അതിലൂടെ അപ്പോൾ അവർക്ക് ശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സഹകരണവും അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കുകയും അവരങ്ങനെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ സ്വരൂപത്തെ ശരിയായിട്ട് മനസ്സിലാക്കി ജ്ഞാനവാൻ ആയിട്ട് ജ്ഞാനിയായിട്ട്, ഇപ്പൊ മറ്റു സുഹൃത്തുക്കൾ ജ്ഞാനിയല്ല അല്ലെ, അപ്പൊ അവർ ജ്ഞാനാവസ്ഥയിലെത്തുമ്പോൾ അവര് ജ്ഞാനവാൻ എന്ന് പറയുന്നു. ജ്ഞാനവാനായി കൃഷ്ണന് സമർപ്പിതരായി അവസാനം എന്ത് ചെയ്യുന്നു? കൃഷ്ണനെ പ്രാപിക്കുന്നു. അപ്പൊ ജ്ഞാനികളല്ലാത്തവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അവർക്ക് പല പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ജ്ഞാനികളല്ലാത്ത സുഹൃത്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ആർദ്ധർ അല്ലെ, അതേപോലെ ആർത്ഥാർത്ഥി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ആ മൂന്ന് കൂട്ടരും എന്താണ്? പല ജന്മങ്ങൾ എടുത്ത് അവസാനം അവർക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് പൂർണ്ണ ജ്ഞാനത്തിൽ ഭക്തിയുത സേവനത്തിൽ ശുദ്ധ ഭക്തരായിട്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നാണ്. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത 5ാമത്തെ വിഭാഗത്തിൽ വരികയാണ്. 5ാമത്തെ വിഭാഗം 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ്. അതില് അജ്ഞാനികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അജ്ഞാനികൾ എന്ന് പറയുന്നത് ഏതാണ്? ഭഗവാനെ ആരാധിക്കാതെ മറ്റു ദേവന്മാരെയും ദേവന്മാരെയും ദേവതകളെയും ഒക്കെ ആരാധിക്കുന്ന ദേവീ ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നവരാണ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ പ്രഭു. ഹരേ കൃഷ്ണ. കാമൈസ്തൈർഹൃതജ്ഞാനാ പ്രപദ്യന്തെ അന്യദേവതാ തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവതകൾക്ക് അവർ കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്, സമർപ്പിതരാകുന്നു. ദേവതകളെ സമർപ്പിതരാകുന്ന എന്തുകൊണ്ട്? അജ്ഞാനമായത് കൊണ്ടാണ്. ഭഗവാന് ശരിക്കും അറിയാത്തത് കൊണ്ടും ആരാണ് ഈ ദേവതകൾ എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടുമാണ് അവർ മറ്റു ദേവന്മാരെയും ദേവതകളെയൊക്കെ ആരാധിക്കുന്നത്. നമുക്കറിയാം, ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ, അഗ്നി, വായു, പിന്നെ ദേവിമാരുണ്ട്, സരസ്വതി, ഭദ്ര അല്ലെ, സുബ്രഹ്മണ്യൻ, ദേവന്മാരായിട്ടുള്ള ഗണപതി, സുബ്രഹ്മണ്യൻ, അങ്ങനെ ധാരാളം ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ ആരാധിക്കാം. അപ്പൊ ഇവർ എന്തുകൊണ്ടാണ് അങ്ങനെ ആരാധിക്കുന്ന? ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടില്ല ഭഗവാന്റെ ഇതാണ് ഭഗവാനെ സഹായിക്കുന്ന ആളുകളാണ് ഈ ദേവന്മാരും ദേവിമാരും ഒക്കെ. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അവർക്ക് ശക്തി കൊടുത്തിരിക്കുന്നത് ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ് എന്നറിയാതെയാണ് ഭൗതികമായിട്ടുള്ള താൽക്കാലിക നേട്ടങ്ങൾക്കും പെട്ടെന്നുള്ള നേട്ടങ്ങൾക്കും. അപ്പൊ ശിവഭഗവാനെ ആരാധിക്കുന്നവർക്കല്ല, ഹിരണ്യകശിപു ഒക്കെ അവര്, അതേപോലെ ഭസ്മാസുരൻ അല്ലെ, ഹിരണ്യകശിപു ബ്രഹ്മാവിനായിരുന്നു, ഭസ്മാസുരൻ ശിവഭഗവാനെ ആയിരുന്നു. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്ന? പെട്ടെന്ന് തന്നെ അവർ പ്രസാദിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഉടനെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? അവർ ആഗ്രഹിക്കുന്ന വരം നൽകുന്നു. അത് ചിലപ്പം അവർക്ക് തന്നെ വരം നൽകുന്ന ദേവന്മാർക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അവരെല്ലാം വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോയിട്ടാണ് ഈ വരം ലഭിച്ച ആളുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ ഭസ്മാസുരനൊക്കെ അങ്ങനെ ഉടനെ പരീക്ഷിക്കാൻ നോക്കിയല്ലേ, തൊടുന്ന ആള് അപ്പൊ തന്നെ മരിക്കും, ഭസ്മമായി പോകും എന്ന് പറഞ്ഞപ്പോ എന്നാ ശിവൻ ഭഗവാനാണ് നൽകിയതെന്നാ ഭഗവാനെ തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞ് തൊടാൻ പോയി. ഭഗവാൻ എന്ത് ചെയ്തു? ഓട്ടം ഓടി, ഒരിടത്തും രക്ഷയില്ല. അവസാനം വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോയപ്പോഴാണ് വിഷ്ണു ഭഗവാൻ മോഹിനി വേഷത്തിൽ വന്ന് ഭസ്മാസുരനുമായിട്ട് നൃത്തം ചെയ്യുകയും ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ എഗ്രിമെന്റിൽ നൃത്തം ചെയ്യുകയും അവസാനം സ്വന്തം തലയിൽ മോഹിനി കൈവച്ചപ്പോ ഭസ്മാസുരന് സ്വന്തം തലയിൽ കൈവയ്ക്കുകയും ഭസ്മമായി പോവുകയൊക്കെ ചെയ്തത്. അപ്പൊ
അങ്ങനെ വരം കൊടുക്കുന്നവരെല്ലാം അവസാനം കുടുങ്ങാറുണ്ട് പലപ്പോഴും. അവിടെയും വിഷ്ണു ഭഗവാനാണ് സഹായത്തിന് എത്തുക. അപ്പൊ ഇവരെല്ലാം ഏതാണ് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വരം ചോദിക്കുന്നത്. അല്ലാതെ അവർ ശാശ്വതമായിട്ടുള്ള മുക്തിക്ക് വേണ്ടിയിട്ടുള്ള വരമല്ല ചോദിക്കുന്നത്. ആ വരം കൊടുക്കാനായിട്ട് അവർക്ക് സാധ്യവുമല്ല. കാരണം എന്താണ്? ബ്രഹ്മാവിന്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ബ്രഹ്മാവ് പറഞ്ഞ് എനിക്ക് തന്നെ മരണമുണ്ട്. അപ്പൊ ഞാൻ നിനക്ക് എങ്ങനെയാണ് മരണം ഇല്ല എന്നുള്ള വരം തരുന്നത് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഹിരണ്യകശിപുവിനൊക്കെ അപ്പൊ എന്താണ് അവർക്ക് അധികാരം നൽകിയിരിക്കുന്നത് തന്നെ ഭഗവാനാണ്. അവരെല്ലാം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും ഈ ദേവന്മാരെയും ദേവിമാരെയൊക്കെ സമ്പാദിക്കാനായിട്ട്, അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. വിദ്യാഭ്യാസത്തിന് നമുക്കറിയാം നമ്മുടെ സരസ്വതി ദേവിയെ പ്രാപിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു വൃക്ഷത്തിന്റെ ബ്രാഞ്ചസ് ആണ്. വൃക്ഷം എന്ന് പറയുന്നത് ഭഗവാനാണ്. വൃക്ഷത്തിന്റെ ബ്രാഞ്ചുകളാണ് ദേവി ദേവന്മാർ. ആ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത അജ്ഞാനികൾ ഇവരെയെല്ലാം ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവരൊന്നും ഭഗവാന് സമർപ്പിതരാകാത്ത ഭക്തന്മാരാണ്. താൽക്കാലികമായിട്ടുള്ള നേട്ടമേ അവർക്ക് ദേവി ദേവന്മാരെ ആരാധിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഏത് ദേവനെയാണോ ആരാധിക്കുന്നത് ആ ലോകത്തെത്തും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. പ്രഭു അടുത്ത ശ്ലോകങ്ങൾ ഇവിടെ വായിച്ചോളൂ. 21, 22 കൂടെ. ഹരേ കൃഷ്ണ. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. സത്തയാ ശ്രദ്ധയാ യുക്താരാധനമീഹത്തെ ലഭത്തെ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ദേവന്റെ അടുത്ത് ആ ലോകത്ത് നമ്മൾ എത്തും. ഇപ്പൊ ഇന്ദ്രനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ഇന്ദ്രലോകമായ സ്വർഗലോകത്തെത്താം അല്ലെ. അപ്പൊ ഓരോയിടത്തും ബ്രഹ്മാവിനെ ആണെങ്കിൽ സത്യലോകത്തെത്താം. ഇതെല്ലാം ഭൗതിക ലോകത്തിന്റെ ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞാണ് ആധ്യാത്മിക ലോകം വരുന്നത്. സത്യലോകം ബ്രഹ്മലോകം കഴിഞ്ഞ് അടുത്താണ് വരുന്നത്. അതിനേക്കാൾ ഉയർന്നിട്ടാണ് ഏത് വരിക? ഉന്നത തലത്തിലുള്ള ലോകമാണ് ആധ്യാത്മിക ലോകം. വൈകുണ്ഠവും ഗോലോക വൃന്ദാവനും എല്ലാം. അപ്പോ ഏത് ദേവനെയാണോ ആരാധിക്കുന്നത് ആ ലോകത്ത് എത്തും. അവിടെ എന്താണ്? പുണ്യം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. അവിടെ നമുക്ക് സ്ഥിരതയില്ല. സ്ഥിരമായിട്ട് അവിടെ നമുക്ക് വസിക്കാനും പറ്റത്തില്ല. അതേപോലെ തന്നെ ഭക്തിയുത സേവനം ചെയ്യാനും സാധിക്കാതെ വരും. ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പം ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആധ്യാത്മിക ലോകത്തിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണ ഭഗവാനെ തന്നെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് ദേവനെയാണ് ആരാധിക്കുന്നത് അവിടെ എത്തും. ആഗ്രഹ പൂർത്തീകരണത്തിനാണല്ലോ ഇവിടെ ഭൂമിയിൽ നമ്മൾ ജനിച്ചത്, കർമ്മഭൂമിയിൽ ജനിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണൻ തന്നെ, ഭഗവാൻ തന്നെ നമുക്ക് അനുഗ്രഹം തരും. എന്താണ്? നിങ്ങൾ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ദേവനെ ആരാധിച്ചോളൂ. അതേപോലെ ആ ദേവന്മാർക്ക് ശക്തി കൊടുത്തിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ സഹായിക്കാനായിട്ട്, നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് ഭഗവാൻ അവിടെ നമ്മളെ സഹായിക്കുന്നു. മറ്റു ദേവന്മാരെയും അനുഗ്രഹിക്കുന്നു. വരം കൊടുത്തോളൂ എന്ന തരത്തില്. അപ്പോ ശരിയായിട്ടുള്ള ഒരു മോക്ഷം അല്ലെങ്കിൽ മുക്തി നമുക്ക് കിട്ടുന്നില്ല ഈ ദേവി ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. 23. ഹരേ കൃഷ്ണ. അന്ധവന്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തേ മദ്ഭക്തായാന്തി മാമപി. ഹരേ കൃഷ്ണ. ഭഗവാൻ തന്നെ പറയുന്നു. ഹരേ കൃഷ്ണ. മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമായിട്ട് ആകട്ടെ തുച്ഛവും ക്ഷണികവും താൽക്കാലികമാണ്, നശിച്ചു പോകുന്നതാണ്. ഫലം കഴിയുമ്പോൾ വീണ്ടും അവർ ഭൂമിയിൽ ജനിക്കേണ്ടി വരുന്നു. ദേവന്മാരെ പൂജിക്കുന്നവർ ആ ലോകങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ജീവജാലങ്ങൾക്കെല്ലാം ഭൗതിക പ്രകൃതിയെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. നമ്മൾ ഭഗവാനോടൊപ്പം ആധ്യാത്മിക ലോകത്തായിരുന്നു. നമുക്ക്
സ്വയം പ്രവർത്തിക്കണം, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണം എന്നൊക്കെ വന്നപ്പോഴാണ് നമ്മള് ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ച് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നമുക്ക് എല്ലാ സഹായവും ഭഗവാൻ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ്, തടസ്സ ശക്തിയാണ് അല്ലേ, ബോർഡർ ലൈൻ എനർജിയാണ് നമുക്കുള്ളത്. ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ നില പറഞ്ഞ അപ്പുറത്തും ആകാം ഇപ്പുറത്തും ആകാം. ആധ്യാത്മികതയിലോട്ട് വേണമെങ്കിൽ വീഴാം, ഭൗതികതയിലോട്ട് വേണമെങ്കിലും വീഴാം. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാം എന്നുള്ള സ്ഥിതിയിലാണ് തടസ്സ ശക്തി. അപ്പൊ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ആധ്യാത്മിക ലോകത്ത് പോകാൻ ആഗ്രഹിച്ചാൽ ഭഗവാൻ അവിടെയും നമ്മള് സഹായിക്കും, കരുണാമയനായതുകൊണ്ട്. അല്ല, ഇപ്പുറത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭൗതികതയിലോട്ട് പൊയ്ക്കോളൂ, അവിടെയും നമ്മൾ അനുഗ്രഹിക്കാം. ഏതാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കും എന്നാണ്. പരമാത്മാ രൂപത്തിൽ ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അത് നേടുന്നതിന് ഏത് ദേവനെയാണോ ആരാധിക്കേണ്ടത് അതിനുള്ള പ്രേരണയും ജീവാത്മാവിന് ഭഗവാൻ കൊടുക്കുന്നു എന്നാണ്. അപ്പൊ ദേവന്മാർ ഭഗവാന്റെ അവയവങ്ങളാണ് എന്നുള്ള ആ ജ്ഞാനം ഇല്ലാത്ത മൂഢന്മാരാണ് ആരെ സേവിക്കാൻ പോകുന്നത്, ഈ ദേവന്മാരെ സേവിക്കാൻ പോകുന്നത്. ഈ ദേവന്മാർക്ക് സ്വന്തമായിട്ട് അനുഗ്രഹം കൊടുക്കാൻ കഴിവില്ല എന്ന കാര്യവും അജ്ഞാനികളായ ഈ മൂഢന്മാർ അറിയുന്നില്ല. അവ്യക്തിഗതവാദികളെ കുറിച്ച് ഇവിടെ പറയുന്നു, അവരെ മൂഢന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്, അവർ വിശ്വസിക്കുന്നത് ഭഗവാന് വ്യക്തിരൂപം ഇല്ല എന്നാണ്. വ്യക്തിരൂപം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ എന്തിന് കാക്ഷിക്കുന്നില്ല, ഗോലോകത്തോ വൈകുണ്ഠത്തോ പോകാനായിട്ട് അവർ കാക്ഷിക്കുന്നില്ല. അവർ ഭഗവാന്റെ ഇതിലാണ് ബ്രഹ്മജ്യോതിഷിൽ ലയിക്കാനാണ് അവർക്ക് ഇഷ്ടം. ബ്രഹ്മജ്യോതിഷിൽ ലയിച്ചാൽ പിന്നെ അവർക്ക് ജന്മമില്ല, പക്ഷെ ഭഗവാനെ സേവിക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. അപ്പൊ ശരിയായിട്ടുള്ള ശുദ്ധ ഭക്തർ പറയുന്നത് നമുക്ക് മുക്തി വേണ്ട, എവിടെയാണെങ്കിലും ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദേവന്മാരുടെ ലോകത്തേക്ക് പോകുന്ന ആരാധകരെ വിളിക്കുന്നത് അല്പമേധസ്സുകൾ എന്നാണ്. അല്പമേധസ്സുകൾ, അവര് മൂഢന്മാരാണ്, ബുദ്ധി കുറഞ്ഞവരാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ശാശ്വത ലോകത്ത് പോകുന്നതിന് പകരം അവർ എവിടോട്ട് പോകുന്ന പിന്നെ ഉന്നത ലോകങ്ങളിലാണ് എത്തിപ്പെടുന്നത്. അവിടെ വീണ്ടും അവിടെ നിന്ന് ഭൂമിയിലോട്ട് ജനിക്കേണ്ടി വരും. അപ്പൊ അവ്യക്തഗതവാദികളും അക്കൂട്ടത്തിൽ പെടുന്നവരാണ് എന്നിവിടെ പറയുന്നു. വായിച്ചോളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്ദോ മമാവ്യയമനുത്തമം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താണ്, അവ്യക്തിഗതവാദികൾ എവിടെ എത്തുന്നു, ഭഗവാൻ വ്യക്തിയാണെന്ന് വിശ്വസിക്കാത്തവരാണ്. അപ്പൊ അവർക്ക് എന്താണ്, ജ്യോതിഷിലാണ് അവർക്ക് ലയിക്കാനായിട്ട് ഇഷ്ടം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഈ അല്പജ്ഞാനികൾ എന്ത് മേധസ്സാന്നാ പറഞ്ഞത്, ശരിയായിട്ടുള്ള ജ്ഞാനമില്ലാത്ത അല്പം മാത്രം അല്ലെ ജ്ഞാനമുള്ള അല്പ മേധസ്സുകൾ എന്ന് പറയുന്നു. അവർ ജ്ഞാനികളല്ല ശരിക്കും, അവര് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനായിട്ട്. അപ്പൊ അവർക്ക് സായുജ്യ മുക്തിയാണ് ലഭിക്കുന്നത്, ബ്രഹ്മജ്യോതിയിൽ അവർ ലയിക്കുന്നു എന്നാണ്. അവർക്ക് ജനനമില്ല എങ്കിലും വ്യക്തിഗത രൂപം, അവരുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു, വ്യക്തി രൂപം അവർക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തി രൂപമുണ്ട്. ആധ്യാത്മിക ലോകത്ത് ഉണ്ടായിരുന്ന രൂപം നമ്മൾ ഈ ഭൗതികതയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ആത്മീയ ശരീരം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ആത്മീയ ശരീരം. അതേസമയം സായുജ്യമുക്തി നേടിയവർക്ക് ആ ആത്മീയ ശരീരം ലഭിക്കുന്നില്ല, അവർ ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജനനമില്ല, പുനർജനനമില്ലെങ്കിലും മറ്റു മുക്തികൾ നേടുന്നവരെ പോലെയുള്ള ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ഹരേ കൃഷ്ണ. 25. കൃഷ്ണ. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ഹരേ കൃഷ്ണ ആർക്ക് പ്രത്യക്ഷമാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശുദ്ധഭക്തരായ ജ്ഞാനികൾക്ക് അദ്ദേഹം എന്ത് ചെയ്യും, ഉറപ്പായിട്ടും പ്രത്യക്ഷമാകും അല്ലെ.
അപ്പൊ നാരദ മഹർഷി അവർക്കെല്ലാം ചെറുതിലെ മുൻ ജന്മത്ത് പോലും നാരദ മഹർഷിക്ക് ഒരു ഗ്ലാൻസ് കിട്ടിയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ഭക്തനായി കഴിഞ്ഞപ്പോഴാണ് നാരദ മഹർഷിക്ക് എപ്പോഴും ഭഗവാനെ വിചാരിക്കുമ്പോഴൊക്കെ കാണാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത്. മുൻ ജന്മത്തിൽ അദ്ദേഹത്തിന് ഒരു നിമിഷം ഒന്ന് കാണാനേ പറ്റുകയുള്ളൂ എന്നാണ് മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബുദ്ധി ഇല്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാവില്ല. യോഗമായ എന്ന എന്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചു വയ്ക്കുന്നു. തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നില്ല. അജൻ എന്ന് വെച്ചാൽ ജന്മമില്ലാത്തയാള്, അവ്യയൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പറ്റാത്ത ആളാണ്. അപ്പൊ അവർക്കൊന്നും പ്രത്യക്ഷമാകുന്നില്ല. ഇൻഫാലിബിൾ എന്നാണ്, ഒരിക്കലും തെറ്റ് പറ്റാത്ത ആളാണ് അവ്യയൻ. വ്യാജൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനിക്കാത്തപ്പോ മരണവുമില്ല, അല്ലെ? ജനിച്ചാലേ മരണമുള്ളൂ. അപ്പൊ അൺബോൺ എന്നാണ് അജൻ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ഇത് അജ്ഞാനികൾക്ക്, മൂഢന്മാർക്ക് മനസ്സിലാകത്തില്ല. മൂഢന്മാർ ദേവന്മാരെ ആരാധിച്ച് സമയം കളയുന്നു. അവ്യക്തഗതവാദികളും അതേപോലെ തന്നെ ബ്രഹ്മനിൽ ലയിക്കുന്നു. ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല. അപ്പൊ ഇവർക്കൊന്നും ഭഗവാൻ പ്രത്യക്ഷപ്പെടത്തില്ല. കാരണം എന്താ? വ്യക്തിഗതവാദികൾക്ക് പ്രത്യക്ഷപ്പെട്ടാലും അറിയാൻ പറ്റത്തില്ല. കാരണം വ്യക്തി രൂപമില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഭഗവാൻ എല്ലായിടത്തും എപ്പോഴും വ്യക്തി രൂപത്തിലുണ്ട്. പക്ഷെ നമ്മൾക്കത് കാണാൻ പറ്റത്തില്ല. സാധാരണ ദൃഷ്ടി കൊണ്ട് സാധാരണ ശുദ്ധഭക്തരല്ലാത്തവർക്ക്, ജ്ഞാനികളല്ലാത്തവർക്ക് കാണാൻ സാധിക്കത്തില്ല. അത് ഏതുപോലെ എന്നാണ് ഉപമ പറഞ്ഞിരിക്കുന്നത്? സൂര്യനെ കാർമേഘങ്ങൾ മറയ്ക്കുന്നത് പോലെയാണ്. കാർമേഘം വരുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റത്തില്ല എന്ന് വെച്ച് സൂര്യൻ അവിടെ ഇല്ലാതെയാണോ? അല്ല. അപ്പൊ സൂര്യൻ അവിടെ ഉണ്ട്, പക്ഷെ കാർമേഘം കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതേപോലെ ജ്ഞാനിയാകാതിരുന്നാല്, നമ്മൾ അതീന്ദ്രിയ തലത്തിൽ എത്താതിരുന്നാൽ, ഏറ്റവും വലിയ ശുദ്ധ ഭക്തനാകാതിരുന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റത്തില്ല. കാരണം ഭഗവാൻ നമുക്ക് പ്രത്യക്ഷനാകത്തില്ല. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം നേടിയവർക്ക് മാത്രമേ അദ്ദേഹം, ശുദ്ധ ഭക്തർക്ക് മാത്രമേ അദ്ദേഹം പ്രത്യക്ഷനാകൂ എന്നാണ്. അപ്പൊ ശുദ്ധ ഭക്തർക്ക് ഉദാഹരണം ഭീഷ്മ, വിതുരർ, പാണ്ഡവർ, അല്ലെ? ഇവർക്കെല്ലാം ഭഗവാൻ പ്രത്യക്ഷമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണ ജ്ഞാനം അദ്ദേഹത്തെ കുറിച്ചുള്ളവരാണ് ഇവരെല്ലാം. ഭീഷ്മർ ഏതാണ്? ഭാവത്തിലായിരുന്നു ഭഗവാനെ ആരാധിച്ചിരുന്നത്. പാർത്ഥസാരഥി രൂപത്തിലായിരുന്നു അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ചിരുന്നത് എന്നാണ്. ഭാവത്തിലാണ്. അപ്പൊ ഇവർക്കെല്ലാം ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇത് ദ്വിജഭുതിയായിട്ടുള്ള ഭഗവാനാണെന്ന് അവർക്ക് മനസ്സിലായി. ദുര്യോധനനും എല്ലാവരും ഇദ്ദേഹത്തെ കാണുന്നുണ്ട്, അല്ലെ? ശ്രീകൃഷ്ണനെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇത് ഭഗവാനാണെന്ന് മനസ്സിലായില്ല. അപ്പൊ വിശ്വരൂപം ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്തിട്ട് പോലും ധൃതരാഷ്ട്രർക്കും ദുര്യോധനാദികൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല. മാജിക് കാണിക്കുന്നു എന്നാണ് അവർ അപ്പോഴ് അധിക്ഷേപിച്ചത്, പരിഹസിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത് 26 മുതൽ, ഹരേ കൃഷ്ണ, 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങള് മായയുടെ വലയത്തിൽ നിന്ന് കൃഷ്ണ ഭക്തിയുത സേവനത്തിലേക്ക് എന്നാണ്. മായയുടെ വലയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിലേക്ക് പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇവിടെ അർജുനന് ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വേദാഹം സമതീതമാനാനി ചർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തോ വേദ ന കശ്ചന. ഹരേ കൃഷ്ണ. അടുത്തോടെ വായിക്കൂ. 27ഉം 28ഉം കൂടെ വായിക്കും. ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരം തപാം യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്താ ഭജന്തേ മാം ദൃഢവ്രതാഃ. ഹരേ കൃഷ്ണ. ദൃഢവ്രത. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത്, ഹരേ കൃഷ്ണ പ്രഭു, ഭൗതികവും ആത്മീയവുമായ എല്ലാ ശക്തിയുടെയും ഉറവിടം ഭഗവാനാണെന്ന് ഇവിടെ പറയുന്നു. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ
എല്ലാം അറിയാം, എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ്, പക്ഷെ അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്, ഭഗവാൻ ആത്മാവിന്റെ കൂടെ പരമാത്മ രൂപത്തിൽ എല്ലാ ശരീരത്തിലും പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അവിടെ എന്ത് നടക്കുന്നു, ആത്മാവ് എന്ത് ചിന്തിക്കുന്നു, അല്ലെ, എന്താണ് അവിടെ നടക്കുന്നത് കർമ്മങ്ങൾ എന്ന് ഭഗവാൻ സാക്ഷിയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, വിഭസ്വാന് നേരത്തെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു, അങ്ങ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് അങ്ങ് വിവസ്വാന് സൂര്യ ഭഗവാന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് എന്ന് തന്നെ ചോദിക്കുകയുണ്ടായി, അല്ലെ. അപ്പോ 100 ദശലക്ഷം വർഷം മുമ്പാണ് സൂര്യ ഭഗവാനായ വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തതെന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 5000 വർഷം മുമ്പ് 5126 ഏകദേശം വർഷം മുമ്പ് എന്ത് ചെയ്തു, അർജുനന് വീണ്ടും ഉപദേശിച്ചു. കാരണം എന്താ, നമ്മൾ പഠിച്ചു രാജർഷികൾ ഇത് പരമ്പരാഗതമായിട്ട് പകർന്നു കൊടുത്തിരുന്നു, പക്ഷെ എപ്പോഴും അതിന്റെ കണ്ണി പൊട്ടിപ്പോയി. അത് കാരണം ഇപ്പൊ വീണ്ടും ഉപദേശിക്കേണ്ടി വന്നു. അപ്പോ ഭഗവാനായ ശ്രീകൃഷ്ണന് പണ്ട് നടന്നതും ഏതാണ് 100 ദശലക്ഷം വർഷം മുമ്പ് വിവസ്വാന് ഉപദേശിച്ച കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഏതാണ്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇനി വരാൻ പോകുന്നത് എന്താണെന്നും ഭഗവാൻ അറിയാം. അപ്പൊ എല്ലാം അറിയുന്ന ആളാണ്, ഒമിനീഷ്യന്റ്, ആൾ നോയിങ് ആണ് ഭഗവാൻ, അല്ലെ. ആൾ പ്രസന്റ് ആണ്, ഓമിനി പ്രസന്റ് ആണ്. അതേപോലെ തന്നെ ഓമിനി പൊട്ടന്റ് ആണ്, പവർഫുൾ ആണ്, അല്ലെ. അപ്പൊ എല്ലാം അദ്ദേഹത്തിന് എല്ലാ ശക്തിയുമുണ്ട്, എല്ലാ അറിവുമുണ്ട്, എല്ലായിടത്തും അദ്ദേഹം വസിക്കുകയും ചെയ്യുന്നു. അത് ആർക്കറിയില്ല, ഈ അജ്ഞാനികൾക്കറിയില്ല, പക്ഷെ ഭഗവാനെ അറിയുന്നവർക്ക് അതറിയാം. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്നതെല്ലാം ചര അചരങ്ങളും അതേപോലെ ജീവനില്ലാത്തവയും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ നിന്നാണ് ആത്മാവ് ഉത്ഭവിക്കുന്നത്, പ്രാണൻ, ജീവൻ ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ ഇത് എല്ലാം എന്താണ്, മായയുടെ വലയിൽ കുടുങ്ങി കിടക്കുന്നത് കാരണമാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതെല്ലാം എന്റെ സമ്പാദ്യം, എന്റേതാണ് എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. കാലം കടന്നു പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ഭഗവാൻ അറിയാം. കാലം കടന്നു പോകുന്നത് ഭഗവാന് അറിയാൻ സാധിക്കുന്നു. നമ്മളത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൽ വരാത്തത്. ഭക്തിയുടെ സേവനത്തിന് ആത്മീയമായിട്ട് ഉയരാനായിട്ട് പലരും ശ്രമിക്കാത്തത്. നമ്മൾ വൈകിയ സമയം നമ്മൾ എത്തിയെന്നേ ഉള്ളൂ, അല്ലെ. മുമ്പ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആദ്യമേ ആത്മീയ തലത്തിൽ വരാനായിട്ട്, അല്ല ആത്മീയ വശത്തേക്ക് തിരിയാനായിട്ട് നമുക്ക് സാധിക്കാതെ വന്നത്. അപ്പൊ അദ്ദേഹത്തിനും ഒരു ശരീരം ഉണ്ട്, അല്ലെ, ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം നമ്മുടെ ശരീരം പോലെ ഭൗതികമല്ല, അത് അതീന്ദ്രിയമായ ശരീരമാണ്. നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന, അതേപോലെ നമുക്കും സാധിക്കുന്നില്ല. അതേപോലെ ഇന്ദ്രിയങ്ങളൊന്നും അദ്ദേഹത്തിന് സ്വാധീനിക്കുന്നില്ല. ഇതെല്ലാം നമുക്കാണ് അതിന്റെ സ്വാധീനവും പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഇതാണ് പറഞ്ഞു കഴിഞ്ഞു, മേഘങ്ങളുടെ കാര്യം ഒക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഭൗതികതയിൽ മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സാധിക്കാത്തത്. സമൂഹത്തിൽ ഒരു കുട്ടി വയറിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാൻ ഒരു പ്രതിജ്ഞ കൊടുക്കുന്നതാണ്, ഞാൻ ഭൂമി വന്നു കഴിഞ്ഞാൽ ഭഗവാനെ മറക്കില്ല എന്നാണ്. പക്ഷെ പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മൾ സമൂഹ അവസ്ഥയിലോട്ട് എത്തും എന്നാണ് എത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഭ്രമം ഇതാണ്, ഈ ഭൗതികത കാണുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് ലയിക്കുന്നു എന്നാണ്. ഒരു വശീകരണ ശക്തിയാണ് ഈ ഭൗതികതയ്ക്ക് ഉള്ളത്. നമുക്ക് തന്നെ അത് ബോധ്യപ്പെടും. അതുകൊണ്ട് നമുക്ക് എത്ര ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നമ്മൾ ഉയർന്ന തലത്തിൽ, ഭക്തിയിൽ ഉയർന്ന തലത്തിൽ എത്തുന്നത് വരെ ഈ ഭൗതികത നമ്മളെ സ്വാധീനിക്കും. ഇപ്പോഴും നമ്മൾ ചെറിയ രീതിക്കെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഉപേക്ഷിക്കാന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അത് ഭഗവത് സേവനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്ന, ഫൽഗു
വൈരാഗ്യം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെയും ഒക്കെ നമ്മൾ ഇത് ഭഗവാന് ഇഷ്ടപ്പെടാത്തതാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കാതിരുന്നാല് അത് ഫൽഗു വൈരാഗ്യം എന്നാണ് പറയുക. അതേസമയം ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ച് ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടവൈരാഗ്യം എന്ന് പറയാം. അങ്ങനെ രണ്ട് വൈരാഗ്യങ്ങളുണ്ട്. അപ്പൊ ചിലരെന്തെയും ഇത് ഉപയോഗിച്ചാല് നമ്മൾ ഇപ്പൊ കാർ ഉപയോഗിക്കുന്നു, അത് ഏതാകും ഭഗവാൻ ഇഷ്ടപ്പെടാത്തതാകും എന്ന് വിചാരിച്ച് ഉപയോഗിക്കത്തില്ല. അതേസമയം ഒരു യുദ്ധവൈരാഗ്യാണെങ്കിലോ കാർ ഉപയോഗിക്കും. എന്തിനാണ്? ക്ഷേത്രത്തിൽ പോകാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സത്സംഗത്തിൽ പോകാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷ്ണാവബോധ പ്രവർത്തനം നടത്താനായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഒരു ഉദാഹരണം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭൗതികതയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഭക്തിയുത സേവനത്തിൽ മുഴുകാനായിട്ടും അങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറാനും സാധിക്കും. ദ്വന്ദ്ങ്ങളിൽ പെടാതിരിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നാണ്. ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്ന അറിയാം: സന്തോഷം, സന്താപം, സ്ത്രീ പുരുഷ, നന്മ തിന്മ, അതേപോലെ മാനം അപമാനം, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അതെല്ലാം ഭൗതികതയിൽ ലയിക്കുന്നവർക്കാണ്. ആത്മാവിന് വ്യത്യാസമൊന്നുമില്ല, ശരീരത്തിനെ വ്യത്യാസമുള്ളൂ അല്ലെ. ആത്മാവിന് സ്ത്രീ പുരുഷനെന്നോ ഉള്ള വ്യത്യാസം, ഉയർന്ന ജാതി താഴ്ന്ന ജാതി, പണക്കാരൻ പാവപ്പെട്ടവൻ എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല. അതെല്ലാം ഈ ഭൗതികതയിലാണ്. അപ്പൊ ഇതൊക്കെ ഏതാണ് ദ്വന്ദ്ങ്ങളിൽ പെടുന്നത്? പുനർജനിച്ച് വീണ്ടും വീണ്ടും ജനന മരണത്തിൽ പെടുമ്പോഴാണ് നമുക്കിത് സംഭവിക്കുന്നത്. എന്നാൽ ആർക്കാണ് ഇതില്ലാത്തത് എന്നാണ് ഇവിടെ 28-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ജരാമരണമോക്ഷായ മമാശ്രിത്യ 28 വായിച്ചോളൂ. 28. യേഷാം ത്വന്തഗതം പാപം യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാഃ. പ്രഭു വായിച്ചതാണ് അല്ലേ? ഹരേ കൃഷ്ണ. ഇത് വായിക്കും. ജരാമരണമോക്ഷായ മമാശ്രിത്യ യതന്തിയേ തേ ബ്രഹ്മതൽവിദു കൃഷ്ണവത്യാത്മം കർമ്മചാഖിലം. ഇത് 28 പറഞ്ഞത് തന്നെയാണ് ഞാൻ. ഇതാരാണ് ഭക്തിയിൽ മുന്നേറുന്നത്? പുണ്യാത്മാക്കൾക്ക് ഈ എല്ലാ ജന്മമരണങ്ങളെയും അതിജീവിക്കാൻ, ത്രിഗുണങ്ങളെ അതാൽ സ്വാധീനിക്കപ്പെടാതിരിക്കാം, ദ്വന്ദ്ങ്ങളിൽ പെടാതിരിക്കാം. അപ്പൊ അവരെല്ലാം ദൃഢനിശ്ചയത്തോടെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനത്തിൽ മുഴുകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഭക്തിയിൽ മുന്നേറാനായിട്ടും മായയിൽ നിന്ന് മോചിതരാകാനും സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ് ഇത്? നാരദ മഹർഷിയുടെ മുൻ ജന്മത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഭാഗവതം 5:2 പറയുന്നുണ്ട്. ചാതുർമാസ വ്രതം അനുഷ്ഠിച്ച ഋഷിമാരെ സേവിക്കാനായിട്ടുള്ള ഒരു അവസരം നാരദ മഹർഷിക്ക് ശാപത്താൽ നാരദ മഹർഷി ഒരു ശൂദ്രസ്ത്രീയുടെ മകനായിട്ട് ജനിക്കുകയുണ്ടായി. ഗന്ധർവനായിരുന്നു. ശ്രദ്ധ പതറിയപ്പോ എന്ത് ചെയ്തു? ശപിച്ചു ദേവലോകത്ത് ഇന്ദ്രൻ. അങ്ങനെ എന്ത് ചെയ്തു? ഗന്ധർവനിൽ നിന്ന് ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് ജനിക്കുന്നു. അങ്ങനെ ജനിച്ചപ്പോഴാണ് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരാരായിരുന്നു? ഈ ഭക്തന്മാരെ, ആചാര്യന്മാരെ, ഋഷിമാരെയൊക്കെ സേവിക്കുന്നവരായിരുന്നു. അങ്ങനെ ഒരു ചാതുർമാസ വ്രതം എടുക്കുന്ന ഋഷിമാര് അവിടെ എത്തുകയും അവർ താമസിക്കുന്നിടത്ത് ഈ അമ്മ എന്ത് ചെയ്തു? സേവനം നടത്തുകയും ചെയ്തു. അപ്പൊ അതിനെ സഹായിക്കാനായിട്ട് കുഞ്ഞായിരുന്ന നാരദ മഹർഷിയും കൂടെ ചേരുമായിരുന്നു എന്നാണ്. അപ്പൊ അവർക്ക് വളരെ സന്തോഷമായി സേവനത്തില്. അങ്ങനെ അവരുടെ ആഹാരത്തിന്റെ ബാക്കി എല്ലാം പ്രസാദമാണത്, അത് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് നല്ല ഒരു ബുദ്ധി വികാസനം സ്ഥലത്തിലോട്ട് എത്താനും അതേപോലെ തന്നെ അവരുടെ അനുഗ്രഹത്തിന് പ്രിയനാകാനും സാധിച്ചു. അവർ പോയ സമയത്ത് എന്ത് ചെയ്തു? നല്ലത് വരട്ടെ എന്നൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ മരിച്ചു, പാമ്പ് കടിയേറ്റു മരിച്ചു. അതും ഒരു കാരുണ്യമായിട്ട് നാരദ മഹർഷി കുഞ്ഞായിരുന്ന ആള് കണ്ടു. അന്ന് നാരദ മഹർഷി അല്ല. അപ്പോ കുഞ്ഞായിരുന്ന അദ്ദേഹം കണ്ടു. അങ്ങനെ എന്ത് ചെയ്തു? ആ വീട് വിട്ട് ഇറങ്ങി കാട്ടിൽ പോയി അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോഴാണ് ഭഗവാൻ ഒരു ക്ഷണത്തിനൊന്ന് പ്രത്യക്ഷമായത്.
വീണ്ടും ആഗ്രഹിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഈ ജന്മത്തിൽ ഇനി എന്നെ കാണാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആയിട്ട് ആ ജന്മം കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് അടുത്ത ജന്മത്തിലാണ് നാരദ മഹർഷിയായിട്ട് എല്ലായിടത്തും ഭഗവാന്റെ നാമം നാരായണ 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 ജപിച്ച് ആവശ്യത്തിന് എല്ലാവർക്കും ഉപദേശം ധ്രുവനും അതേപോലെ എല്ലാവർക്കും കയാതുവിനും ഒക്കെ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉപദേശം കൊടുക്കാനും ഒക്കെ സാധിച്ചത്. അപ്പൊ ചാതുർമാസം എന്ന് പറയുന്നത് ജൂലൈ മധ്യത്തിൽ ആരംഭിച്ച് നവംബർ മധ്യത്തിൽ അവസാനിക്കുന്നതാണ് ചാതുർമാസ വ്രതം. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുകയും ഭഗവാൻ ആരാധന നടത്തുകയും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് ഏർപ്പെടുകയും ഒക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. 29 വായിച്ചല്ലോ പ്രഭു. വായിച്ചു. ഹരേ കൃഷ്ണ. വായിച്ചു. എന്താണ് മുക്തി ആഗ്രഹിക്കുന്നവർക്ക്, സുഹൃതികളായിട്ടുള്ള മുക്തി ആഗ്രഹിക്കുന്നവർക്ക് ജരാമരണ മോക്ഷായ എന്നാണ് പറയുന്നത്. ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനിൽ അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കും. മാം ആശ്രിത്യ, എന്നിലെ അഭയം പ്രാപിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാപിക്കുന്ന ആൾക്ക് ഭഗവാൻ എന്ത് ചെയ്യുന്നു? മുക്തി നൽകാനുള്ള ലഭിക്കാനുള്ള അവസരം നൽകുന്നു. അങ്ങനെ മുക്തി ലഭിക്കുന്ന ആളിന്, അല്ലെങ്കിൽ ആ അവസ്ഥയിലെത്തിയ ആളിനെ ബ്രഹ്മൻ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. അതായത് എന്താ, എങ്ങനെ ആധ്യാത്മിക തലത്തിൽ എത്താം എന്നൊക്കെ, ഈ എങ്ങനെ ആധ്യാത്മിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്നെല്ലാം മനസ്സിലാക്കിയവരാണ് ഈ ബ്രഹ്മാവസ്ഥയിൽ എത്തുന്നവർ എന്നാണ്. ബ്രഹ്മൻ എന്ന് വെച്ചാല് ബ്രഹ്മജ്യോതിസല്ല, ഏതാണ് അങ്ങേയറ്റത്തെ ഭക്തിയുടെ തലത്തിലെത്തിയ ആളിനെയാണ് ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പല പല ടേംസ് നമ്മൾ ഇതില് പഠിച്ചായിരുന്നു. വിജ്ഞാനം ആണല്ലോ, അതുകൊണ്ടാണ് പുതിയ പുതിയ വാക്കുകളൊക്കെ വന്നത്. അപ്പൊ ബുക്കിൽ നോക്കിയും ഇത് കേട്ടും ഒക്കെ ഒന്നും കൂടെ കേട്ടും ഒക്കെ നമ്മളിത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ശ്രീകൃഷ്ണനെ ഏതാണ് ആദിഭൂത, ആദിദൈവ, ആദിയജ്ഞ എന്നീ തലത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നാണ്. എല്ലാത്തിൻ്റെയും ഏതാണ് അധിപൻ, എല്ലാ ജീവജാലങ്ങളുടെയും അധിപനാണ്, എല്ലാ ദൈവങ്ങളുടെയും അധിപനാണ്, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ആദിഭൂത, ആദിദൈവ, ആദി യജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതേപോലെ അഹം ബ്രഹ്മാസ്മി, ജനനം, വൃദ്ധാവസ്ഥ, രോഗം, മരണം എന്നിവ ഇല്ലാത്ത ഒരവസ്ഥയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ അവർക്ക് എന്ത് കിട്ടുന്നു? ഈ തലത്തിലൊക്കെ എത്തുമ്പോൾ, ബ്രഹ്മനവസ്ഥയിലെത്തുമ്പോൾ അവർക്ക് ആത്മീയ ശരീരം ലഭിക്കുന്നു എന്നാണ്. അപ്പൊ അവർ ഭഗവാന്റെ സഹചാരികളായിട്ട് ആകുന്ന ഒരവസ്ഥ. അർജുനനെ പോലെ ശുദ്ധ ഭക്തിയുടെ സേവനത്തിൽ എത്തുന്നവർക്ക് ഭഗവാനെ കുറിച്ച് സംശയങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. മായാവാദികളും അവ്യക്തഗതവാദികളെയും പോലെയുള്ള സംശയങ്ങളൊന്നും ഇവർക്കുണ്ടാകത്തില്ല. കൃഷ്ണന്റെ ലോകത്തെത്താൻ യോഗ്യരായിട്ട് മാറുന്നവരാണ് ഇവർ എന്നാണ്. ഹരേ കൃഷ്ണ. 30ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. സ്വാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ചയേ വിദുഃ പ്രയാണകാലേ അപി ച മാം തേ വിദുർയുക്തചേതസഃ. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ശുദ്ധ ഭക്തർക്ക് മരണസമയത്ത് കൃഷ്ണനെ അറിയാനും ഓർക്കാനും ഭഗവാനിലേക്ക് മടങ്ങാനും എങ്ങനെ സാധിക്കും എന്നുള്ളതിന്റെ ഉത്തരമായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ എത്തുക, ഭഗവാനിൽ എത്തുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടുന്നു? ആദിഭൂതം, അതായത് ഭൗതിക പ്രകൃതിയുടെ തത്വമാണ് ആദിഭൂതം എന്ന് പറയുന്നത്. ജീവജാലങ്ങളുടെ എല്ലാം അധിപൻ എന്നുള്ളത് എല്ലാം സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. ദേവന്മാരുടെ പ്രകടനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുക്കുന്നത്, അധികാരം കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത് ആദിദൈവമായിട്ടുള്ള അദ്ദേഹമാണ്. എല്ലാ യജ്ഞങ്ങളുടെ തത്വം പറയുന്നതും അതേപോലെ തന്നെ അതിന്റെ ഭോക്താവും അദ്ദേഹം തന്നെയാണ്. ആദി യജ്ഞമാണ് അദ്ദേഹം. അപ്പൊ ഇവയെ കുറിച്ച് ബ്രഹ്മൻ അവസ്ഥയിലോട്ട് എത്തുന്ന എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ആളാണ് ബ്രഹ്മൻ അവസ്ഥയിലോട്ട് എത്തുന്നത്. ഇവർക്ക് എന്ത് ചെയ്യുന്നു? മരണസമയത്ത് ഭഗവാനെ ഓർക്കാനും സ്മരിക്കാനും അതേപോലെ ഭഗവാൻ നാമം ഉച്ചരിക്കാനും ഒക്കെ, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതിയല്ലോ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. നമ്മളിവിടെ ഇതിലെ തുടങ്ങിയ ശ്രവണത്തിലാണ് തുടങ്ങിയത് അല്ലേ? അപ്പൊ അങ്ങനെ ഭഗവാനെ കുറിച്ച് സ്മരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഭഗവാന്റെ ധാമത്തിലെത്താനായിട്ട്
സാധിക്കും. അവർ യമലോകത്തേക്ക് പോകേണ്ടി വരുന്നില്ല. അദ്ദേഹത്തിന്റെ വിധിക്കൊന്നും വിധേയനാകുന്നില്ല. പുനർജനനമില്ല. അവർക്ക് ഭഗവത് സന്നിധിയില് അവർക്ക് ഭഗവാനോടൊപ്പം വസിച്ച് ഭഗവാന് വേണ്ട സേവകളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അവരാണ് ഈ കേവല ഭക്തർ എന്ന് പറയുന്ന ജ്ഞാനികളായിട്ടുള്ള സുഹൃതികൾ എന്നാണ് പറയുന്നത്. അവർക്ക് ഭഗവത്ധാമം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ എത്താനായിട്ട് സാധിക്കുന്നു. ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസവും ശ്രവണവും മഹത്വവൽക്കരണവും ഭക്തിയുത സേവനവും സത്സംഗം ഇവയിലൂടെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്താണ് അവർക്ക് ഭഗവത് ധാമത്തിലെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഈ അധ്യായത്തിൽ ഈ വിജ്ഞാന യോഗത്തിൽ പറയുന്നു. അപ്പൊ ഈ വിജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ചിലര് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നു. ഖഡ്വാംഗ മഹാരാജാവിന് ഒരു ഉദാഹരണം പറയുന്നു. അദ്ദേഹം അംശുമാൻ എന്ന് പറയുന്ന രാജവംശത്തിലെ സെയിന്റ് കിങ് ആയിരുന്നു. സന്യാസിയായിട്ടുള്ള രാജർഷി അല്ലെ നമ്മൾ പറയുന്നത്. രാജർഷി ആയിരുന്നു. ആരെ പോലെ യുധിഷ്ഠിരനെയും പരീക്ഷിത്തിനെയും പോലെയുള്ള ഒരു രാജർഷി ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണം ശക്തി എല്ലാം സ്വർഗലോകത്തും എല്ലാം പ്രശസ്തമായിരുന്നു. സ്വർഗത്തിലെ ഇന്ദ്രനും ദേവന്മാരും എല്ലാം അസുരന്മാരുമായിട്ടുള്ള നീണ്ട യുദ്ധത്തിലും പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ അവർ ഖഡ്വാംഗ രാജാവിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം അതിന് സമ്മതിച്ച് ദേവലോകത്ത് അസുരന്മാരുമായിട്ട് നീണ്ട വർഷങ്ങൾ യുദ്ധം ചെയ്തു. ആയിരക്കണക്കിന് ദേവവർഷങ്ങളാണ് അവർ അവിടെ യുദ്ധം ചെയ്തത്. ദേവവർഷം എന്നാ പറഞ്ഞ് നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. അപ്പൊ ആയിരക്കണക്കിന് ദേവവർഷമാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. സത്യയുഗത്തിലാണ്. 1,00,000 വർഷമാണ് ആയുസ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ദേവന്മാർ ജയിച്ചു. അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊണ്ട് മൂടാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, ഇനി എനിക്ക് എത്ര കാലമുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിവിടെ വന്നിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുമ്പോ ഇവിടെ പറയുന്നു, ഇവിടെ രാജാവിന്റെ 5 ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇനി എനിക്ക് എത്ര നാളുണ്ട്? അവരപ്പം നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 1 മിനിറ്റിന് താഴെയുള്ള കാലമേ ഉള്ളൂ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം അന്ന് എയർപ്ലെയിൻ ഒക്കെ ഉണ്ട്. അദ്ദേഹം പെട്ടെന്ന് തന്നെ എയർപ്ലെയിനില് നമ്മളതൊക്കെ ഭാഗവതത്തിൽ പഠിക്കുന്നുണ്ട്. മുമ്പ് സഞ്ചരിച്ചത് കപിലദേവന്റെ പിതാവ് ഒക്കെ സഞ്ചരിച്ചതും അതേപോലെ ആകാശത്തിൽ കൊട്ടാരം ഉണ്ടാക്കിയതും ഒക്കെ സിദ്ധികളാണ്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ എത്തി. ഉടൻ തന്നെ ആരെ അഭയം പ്രാപിച്ചു? ഭഗവാനെ അഭയം പ്രാപിച്ചു. കിട്ടിയ നിമിഷം അദ്ദേഹം ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട്, ഭഗവാനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭഗവാനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ധാമത്തിൽ തിരിച്ചു പോകാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്, താങ്കൾക്ക് 7 ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണ്ട, ഒട്ടും വിഷമിക്കണ്ട, താങ്കൾക്ക് ഭഗവത് സന്നിധിയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശ്രവണം, ഭാഗവതം കേൾക്കൂ എന്നാണ്. ഭഗവാന്റെ ലീലകൾ കേൾക്കൂ, പ്രവർത്തനങ്ങൾ കേൾക്കൂ. ഭഗവാനെ ഓരോരുത്തരും ഉയർന്ന ഭക്തന്മാർ മഹത്വവൽക്കരിച്ചതെല്ലാം കേൾക്കൂ. അങ്ങനെ ഓരോരുത്തരുടെ മഹത്വവൽക്കരണവും എല്ലാം കേട്ടാണ് പരീക്ഷത്ത് രാജാവ് തക്ഷകൻ കടിച്ചതുപോലും അറിഞ്ഞില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം ഭഗവാനിൽ മുഴുകിയിരുന്ന് ഭഗവത് ധാമത്തിലേക്ക് എത്തിയെന്നാണ് ഭാഗവതം പറയുന്നത്. ഹരേ കൃഷ്ണ. വാചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.